അനിമൽ രചന സൂര്യകാന്തി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഈ ചേച്ചിയുടെ ആളാ ഒറ്റക്കണ്ണിற்கு കാർത്തോ പറയുമ്പോൾ എന്തിനാണ് തന്റെ ഹൃദയമിടിപ്പ് കൂടിയെന്ന് നിരഞ്ജന് മനസ്സിലായില്ല. അതിസമർത്ഥമായി നിരഞ്ജൻ തന്റെ ആകുലത ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കാർത്തോ അവന്റെ കണ്ണുകളിൽ നിന്ന് ആ ഒരു ഇടർച്ച വായിച്ചെടുത്തിരുന്നു. ദൈവമേ, ഇയാൾക്ക് ശരിക്കും ഈ ചേച്ചിയുടെ എന്തെങ്കിലും ഉണ്ടോ? കാർത്തു ഉള്ളിൽ ഓർക്കുക ചെയ്തു. കാർത്തുവിന് കൂടുതൽ മൈൻഡ് റീഡിംഗുള്ള സമയം കൊടുക്കാതെ നിരഞ്ജൻ ഞൊടിയിടയിൽ ആ ജീപ്പും എടുത്തങ്ങ് പോവുകയും ചെയ്തു. അന്നും കിടന്നിട്ടും മറിഞ്ഞിട്ടും ഉരുണ്ടിട്ടൊന്നും നിരഞ്ജൻ ഉറക്കം വന്നില്ല. ഉള്ളിൽ മുഴുവൻ പാറുവും നെവിനും ഒപ്പം നിൽക്കുന്ന ആ കാഴ്ചയാണ്. എപ്പോഴോ സൂര്യോദിക്കാൻ നേരമൊന്ന് ഉറക്കം പിടിച്ചപ്പോൾ വിവാഹവേഷത്തിൽ നിൽക്കുന്ന നെവിനെയും പാറുവിനെയും കണ്ട് പോലീസ് അങ്ങ് ഞെട്ടി ഉണരുകയും ചെയ്തു. നീ തീർന്നടാ, നീ തീർന്ന്. അവളെ കെട്ടിയാ നീ തീർന്ന്. അവളെ കെട്ടുന്നെങ്കിലും വേണം പറക്കുന്ന വിമാനത്തിൽ നിന്ന് എടുത്തിയാടുന്ന. കണ്ട സ്വപ്നുള്ളിൽ ഒരു വിസ്ഫോടനം നടക്കുമ്പോഴും പോലീസ് സ്വപ്നത്തിൽ കണ്ട നെവിനെ ഉപദേശിക്കുന്ന തിരക്കിലായിരുന്നു. മതിളകിയ ആനന്ദക്ക് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, അതേപോലെ ആയിരുന്നു അങ്ങയുടെ പെർഫോമൻസ്. ഇന്നത്തെ സംഭവം മസാല വെട്ടി പക്രുവിനെ അവതരിപ്പിക്കുന്ന തിരക്കിലായിരുന്നു കാർത്തു. എന്നിട്ട് അങ്ങേര് തല്ലിയപ്പോ നെവിൻ ചേട്ടനൊന്നും ചെയ്തില്ലേ? ഏയ്, അതിനൊന്നും നെവിൻ ചേട്ടന് നേരം കിട്ടിയില്ല. മൂപ്പര് കൊഴിഞ്ഞ പല്ലിടുന്ന തിരക്കിലായിരുന്നല്ലോ. കാർത്തു ഇങ്ങനെ വിസ്തരിച്ച് പറയുമ്പോൾ പക്രു താടിക്ക് കൈ കൊടുത്ത് കണ്ണുമിഴിച്ച് ഇരിപ്പുണ്ട്. ആ സീനൊന്നും നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുഞ്ഞു സങ്കടമുണ്ട് അവന്റെ മുഖത്ത്. ഈ കടക്ക് ദിനേശൻ ചേട്ടന്റെ പ്രായമുണ്ട് കാർത്തുവേ. നിന്റെ തള്ളിൽ ഇതൊന്നാകെ തവിടുപൊടിയായി പോകും കേട്ടോ. അന്നത്തെ കളക്ഷൻ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനിടയിൽ പാറുവെന്ന് ഓർമ്മിപ്പിച്ചു. ഈ ചേച്ചി, അയാൾക്ക് ഈ ചേച്ചി ഇഷ്ടമാണെന്ന് തോന്നുന്നു, പക്രു ആലോചനയോടെ പറഞ്ഞു. ഒരു പാണ്ടി ലോറിയുടെ മുന്നിൽ നിന്ന് തലനാരിയൊക്കെ രക്ഷപ്പെട്ടവളാ ഞാൻ. ഇനി ആ രാജധാനി എക്സ്പ്രസിന് തലവെക്കാത്തൊരു കുറവേ ഉള്ളൂ. പാറു ചിരിയോടെ പറഞ്ഞുകൊണ്ട് പതി എഴുന്നേറ്റ് അകത്തേക്ക് കടന്നു. കാർത്തുവും പക്രുവും അന്നേരവും നിരഞ്ജനെ പറ്റിയുള്ള തകൃതിയായ ചർച്ചകളിലായിരുന്നു. പിറ്റേന്ന് നിരഞ്ജന്റെ വീട്ടിലേക്ക് ജോലിക്ക് പോകുമ്പോൾ തലേന്നുണ്ടായ സകല സംഭവങ്ങളും മറവിയിലേക്ക് വിട്ടിട്ടാണ് പാറു വന്നത്. അന്ന് ഡോർ തന്നോടുത്ത നിരഞ്ജനെ കണ്ടിട്ട് അവൾ നെറ്റി വിളിച്ച് നിന്നുപോയി. ആ നൃത്തം കണ്ടാൽ അറിയാം തലേന്നൊരു പോള കണ്ണടച്ചിട്ടില്ലെന്ന്. ഇങ്ങനൊരു പോലീസ് പണി വിട്ട് കക്കാൻ പോകാൻ തുടങ്ങിയോ? മനസ്സിലോർത്തുകൊണ്ട് പാറു അകത്തേക്ക് കയറി. തൊട്ടടുത്ത നിമിഷം നിരഞ്ജൻ അവൾക്ക് പോകാൻ തടസ്സമായി കൈനീട്ടി ആ ചുമലിൽ ചേർത്ത് വെച്ചു. എന്താ? അവൾ ഒറ്റപ്പുരികമുയർത്തി കാര്യം തിരക്കി. ഇന്നലെ കണ്ടവൻ നിന്നെ കെട്ടാൻ പോകുന്നവനാണോ? ഒട്ടും മുഖരില്ലാത്ത നിരഞ്ജന്റെ ആ ചോദ്യത്തിൽ പാറുവിനെ നെറ്റി വിളിഞ്ഞു. അതറിഞ്ഞിട്ട് സാറിനെന്താ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. പറയാൻ സൗകര്യമില്ലെങ്കിലോ? പറയിപ്പിക്കാൻ എനിക്കറിയാം. നിരഞ്ജന്റെ മുഖത്ത് കുഞ്ഞുകുട്ടികളെ പോലെ ഒരു വാശി വന്ന് നിറഞ്ഞു. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് കേട്ടോ. സാറ് തലക്കോല അടിയും കിട്ടിയോ? അത് എവിടുന്നെങ്കിലും ഷോക്ക് അടിച്ചോ? പാറു ദേഷ്യ ഉള്ളിൽ കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. ചോദ്യത്തിന് ഉത്തരം തരുന്നില്ല, മുന്നീന്ന് മാറുന്നില്ല മഹാൻ. ഇത് വല്ലാതെ പൊല്ലാപ്പായല്ലോ, പാറു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അവനെങ്ങനെ മറികടന്ന് പോവാമെന്ന് ചിന്തിച്ച് തല പുകഞ്ഞിരിക്കുമ്പോഴാണ് ഹാളിൽ വെച്ചിരിക്കുന്ന അവന്റെ ഫോൺ ബെല്ലടിച്ചത്. ഒരു നിമിഷം നിരഞ്ജന്റെ ശ്രദ്ധ മാറിയപ്പോഴേക്കും പാറു നൂണ്ട അടുക്കളയിലേക്ക് അങ്ങ് കയറി. നിരഞ്ജൻ ഫോൺ കൈനീട്ടിയെടുത്തു. ഹലോ. അടുക്കളയിൽ നിന്ന് ചോറിനരിയിടുമ്പോൾ ഹാളിൽ നിന്ന് നിരഞ്ജൻ ആരോട് സംസാരിക്കുന്ന പാറുവിന് കേൾക്കാം. എന്നാൽ അവൾ വല്ലാതെ അങ്ങ് ചെവി കൊടുത്തില്ല. പക്ഷേ തൊട്ടടുത്ത നിമിഷം ആ ഫോൺ വീണുടയുന്ന ഒരു ശബ്ദം ഹാളിൽ നിന്ന് കേൾക്കെ പാറു ഓടി അങ്ങോട്ട് പോയി നോക്കി. അല്പനേരം മുന്നേ നിരഞ്ജന്റെ കയ്യിലിരുന്നിരുന്ന ഫോൺ ഇപ്പോൾ പല കഷ്ണങ്ങളായി താഴെ കിടക്കുകയാണ്. അവനാണെങ്കിൽ ഒരനക്കവുമില്ലാതെ തരിച്ചു നിൽപ്പുണ്ട്. ആകെ വിളറി വെളുത്ത് പേടിയോടെ നിൽക്കുന്ന നിരഞ്ജനെ കാണെ പാറുവിനും പേടിയായി. അവന്റെ കണ്ണിൽ നിന്ന് ചാറിട്ടൊഴുകുന്ന കണ്ണുനീർ കൂടെ കണ്ടപ്പോൾ അവളുടെ നെഞ്ചൊന്ന് കനത്തു. കാര്യമായിട്ടൊന്നുമില്ലാതെ ആ ഒരുവൻ കരയില്ലെന്ന് അവൾക്ക് തീർച്ചയാണ്. എന്താ മോനെ, എന്തു പറ്റി? അപ്പോഴേക്കും ജാനകിയമ്മ ഹാളിലേക്ക് വന്നിരുന്നു. നിരഞ്ജൻ നിമിഷങ്ങൾക്കകം യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. അവൻ കണ്ണുകൾ പെട്ടെന്ന് ഉടുത്തിരുന്ന ആ ലുങ്കിമുണ്ടിന്റെ അറ്റത്ത് തുടച്ചു. എന്താ മോനെ? ജാനകിയമ്മ പിന്നെയും ചോദിച്ചു. ഓ, ഒന്നുമില്ല, നിങ്ങൾ പോയി വേറെ റെഡിയായിട്ട് വാ, നിരഞ്ജൻ ശബ്ദവും നേരായിക്കൊണ്ട് പറഞ്ഞു. എങ്ങോട്ടാ പോകുന്നേ? ചോദിക്കുമ്പോൾ ജാനകിയമ്മക്ക് ഒരുപോലെ വെപ്രാളവും സങ്കടവും വരുന്നുണ്ട്. എന്തോ അരുതാത്ത നടന്നിരുന്നവരുടെ മനസ്സ് പറയുന്നുണ്ട്. ഡ്രസ്സ് മാറ്റിയിട്ട് വാ, പോകുന്ന വഴി പറയാം, നിരഞ്ജൻ ഒന്നുകൂടെ എടുത്തു പറഞ്ഞു. പക്ഷെ ജാനകിയമ്മ അതിന് തയ്യാറാവാതെ അവന് മുന്നിലേക്ക് കയറി നിന്നു. നിരഞ്ജൻ അപ്പോഴും അവർക്ക് മുഖം കൊടുക്കാൻ നിൽക്കുകയാണ്. എന്തിനാ മോനെ നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? തന്നെ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? അത് ചോദിക്കുമ്പോൾ ജാനകിയമ്മയുടെ കണ്ണുകൾ ഓളം വിട്ടി തുടങ്ങി. അവൻ അങ്ങനെ ഒരു വാർത്ത ഏത് നിമിഷവും പ്രതീക്ഷിച്ചിരുന്നെന്ന് തോന്നുന്നു. അവർക്കറിയാലോ ജയന്റെ ദുഷ്ടത്തരങ്ങൾ. നിങ്ങളോടല്ലേ തട പറഞ്ഞ ഡ്രസ്സ് മാറ്റി വരാൻ, എനിക്കൊരിത്തിരി സമാധാനം താ, നിരഞ്ജൻ അവരുടെ മുഖത്തോക്കാതെ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. സാധാരണ അവൻ ഒച്ചയെടുക്കുമ്പോൾ ജാനകിയമ്മ പേടിച്ച് വിളറി മാറി നിൽക്കാനാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ജാനകിയമ്മ വിറക്കുന്ന വിരൽത്തുമ്പ് കൊണ്ട് അവന്റെ മുഖം തനിക്കഭിമുഖമായി പിടിച്ച് തിരിച്ചു. അവൻ വേവലാതിയോടെ അവരൊരു നോട്ടം നോക്കി. ധന്യ, അവൾക്ക് എന്താടാ പറ്റിയത്? ഒന്ന് പറയടാ മോനെ, ഞാൻ നിന്റെ കാല് പിടിക്കാം.
അമ്മ ഇങ്ങനെ ശ്വാസം മുട്ടിക്കല്ലേ പൊന്നെ മോനെ. ആർക്കേണ് അപേക്ഷിച്ചു. ചത്തിട്ടില്ല, ചിലപ്പോ ചാവുമായിരിക്കും. ചാവുന്നതിന് മുന്നേ കാണുമെങ്കിൽ എന്റെ കൂടെ വാ. ഒട്ടും ഭയമില്ലാതെ നിരഞ്ജന്റെ സ്വരം പുറത്തേക്ക് ഒഴുകി. ആ സ്ത്രീ അവന്റെ ആ വെളിപ്പെടുത്തലിൽ ഒന്ന് ആടി ഉലഞ്ഞു. അവർ തളർന്നു വീഴുന്നു തോന്നിയപ്പോൾ നിരഞ്ജൻ അവരെ ചേർത്ത് പിടിച്ചു. ഒപ്പം ഓടി വന്ന് പാറു അവരെ താങ്ങി. എന്താ എന്താ പ്രശ്നം? തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ എന്ന് കരുതിയാണ് പാർവണ ഇത്രയും നേരം മിണ്ടാതിരുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇനിയും മൗനം പാലിച്ചിട്ട് കാര്യമില്ലെന്ന് പാർവണയ്ക്ക് തോന്നി. നീ ഇവരെ കൊണ്ടുപോയി ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വാ, എന്നിട്ട് ആ വണ്ടിയിലേക്കൊന്ന് പിടിച്ചിരുത്താൻ പറ്റുമെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. കൂടുതലൊന്നും പറയാതെ പാർവണയെ ജാനകിയമ്മ ഏൽപ്പിച്ച് നിരഞ്ജന അകത്തേക്ക് കയറി. എന്റെ കുഞ്ഞിനെ ആ ദുഷ്ടം കൊന്നെന്ന് തോന്നുന്നു മോളെ. അത്രയും പറഞ്ഞുകൊണ്ട് ജാനകിയമ്മ പാർവണയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ധന്യ എന്നൊരൊറ്റ പേരിൽ പാർവണയുടെ ചിന്തകൾ കുരുങ്ങിക്കിടന്നു. അത് നിരഞ്ജന അനിയത്തിയാണെന്ന് മാത്രം പാർവണക്കറിയാം. ഒരിക്കലും ഇവിടെ വന്നപ്പോൾ കണ്ടിരുന്നാണല്ലോ പാറു ധന്യയെ. നിരഞ്ജന അവരെ അന്ന് ആട്ടിറക്കുകയും ചെയ്താണല്ലോ. അവരുടെ ഭർത്താവിനെ കുറിച്ച് അന്ന് ധന്യ പറഞ്ഞ് പാറു ഓർമ്മകൾ ചികഞ്ഞെടുത്തു. പൊടുന്നതിനെ പാറുവിന് ജിതിനെയെ ഓർമ്മ വന്നു. അന്ന് രാത്രി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ട തന്റെ അവസ്ഥയെക്കുറിച്ച് അവൾ ഓർത്തുപോയി. അതേപോലെ ധന്യ ഒരു ആശ്രയത്തിന് ഇങ്ങോട്ട് വന്നതായിരിക്കും. ഇവിടെ നിന്ന് ആട്ടിറക്കിയപ്പോൾ ആ പെൺകുട്ടിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ എന്തെങ്കിലും കടുങ്കൈ ചെയ്തതായിരിക്കും. പാറുവിടെ അങ്ങനെ പല ഊഹാപോഹങ്ങളിൽ എത്തുകയും ചെയ്തു. പാറു ഒരുവിധം ജാനകിയമ്മയെ ആശ്വസിപ്പിച്ചു. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല അമ്മേ, ഉണ്ടെങ്കിൽ നിരഞ്ജൻ സാറ് പറയേണ്ടതല്ലേ. ആ കാലമാണ് ഇവരെയൊന്ന് ആശ്വസിപ്പിക്കുന്നത് ചെയ്തൂടെ? പാറു മനസ്സിലോർത്തു. പക്ഷെ അന്നേരം ശ്വാസം കിട്ടാതെ മനസ്സിൽ അലറി കരഞ്ഞുകൊണ്ട് ഒരുത്തൻ ആ മുറിയിൽ വെരികിനെ പോലെ പായുകയായിരുന്നു പാറു അറിഞ്ഞില്ല. തന്നാൽ കഴിയും വിധം പാറു അവരെ ആശ്വസിപ്പിച്ച് മുറിയിൽ കയറ്റി ഒരു സാരിയും പെട്ടെന്ന് അവരെ കൊണ്ട് ഉടുപ്പിച്ച് അവൾ പുറത്തേക്ക് ഇറക്കി. അപ്പോഴേക്കും നിരഞ്ജനും വസ്ത്രങ്ങളെല്ലാം മാറ്റി തിരികെ എത്തിയിരുന്നു. നിരഞ്ജൻ വേഗത്തിൽ വണ്ടിയിലേക്ക് കയറിയപ്പോൾ പാറുവണ പതിയെ ജാനകിയമ്മയെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയിരുത്തി. താൻ പോയിക്കോ, പോകുമ്പോ ചാവിയ ചെടിച്ചട്ടിയുടെ ഇടയിൽ വെച്ച് പോയാൽ മതി. നിരഞ്ജൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ പാറുവിനെ നോക്കി പറഞ്ഞു. പാറു ആമർഷത്തോടെ ഒന്ന് തലയാട്ടി. നിരഞ്ജൻ ധന്യെന്ന് കേൾക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പാറുവിന് തോന്നി. പക്ഷേ പാറുവിന്റെ ഭാവപ്രകടനങ്ങളൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല നിരഞ്ജൻ. അവൻ വേഗത്തിൽ വണ്ടിയെടുത്തു. പാറു അകത്തേക്ക് കയറുകയും ചെയ്തു. പക്ഷേ നിരഞ്ജൻ പറഞ്ഞ പോലെ വീടും പൂട്ടി സ്വന്തം കാര്യം നോക്കി തിരികെ പോകാൻ പാറുവിന് തോന്നിയില്ല. അവരും മടങ്ങി വന്നിട്ട് പോവാമെന്ന് വിചാരിച്ചു. കാർത്തുവിന് അതുകൊണ്ട് തന്നെ നേരം വൈകിയെന്ന് വിളിച്ചു പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോൾ ആവശ്യമില്ലാതെ വണ്ടി പിടിക്കാതെ ചേച്ചിങ്ങ് തിരികെ വരാൻ നോക്കിയെന്നൊരു ഉപദേശം കിട്ടിയെങ്കിലും പാറുവണ അത് സാരമാക്കിയില്ല. ആ പെൺകുട്ടിയുടെ കാര്യമൊന്നറിയാതെ എങ്ങനെയാണ് ഇന്ന് ഇരുട്ടി വെളുപ്പിക്കുന്നത് പാറു ഓർത്തുപോയി. വണ്ടി ഓടിക്കുമ്പോൾ അവന് വല്ലാത്തൊരു വെപ്രാളമായിരുന്നു. പലവട്ടം അവന്റെ കയ്യിൽ നിന്ന് വണ്ടി പാളിപ്പോയി. കാരണം മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ ഒരുവൾ അവന് എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് അവന് മാത്രമല്ലേ അറിയൂ. നിരഞ്ജനെ സംബന്ധിച്ചിടത്തോളം പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് ധന്യ നിരഞ്ജനോട് ചെയ്ത്. ആ മുറിവ് ഇതുവരെ നിരഞ്ജന്റെ ഉള്ളിൽ നിന്ന് ഉണങ്ങിയിട്ടുമില്ല. പക്ഷെ ഇന്ന് കരുതി അവൾ നശിച്ചു പോകണമെന്നോ ഇല്ലാതായി പോകണമെന്നോ നിരഞ്ജൻ ചിന്തിച്ചിട്ടില്ല. ഇന്നാൾ വരെ അവളെ മനസ്സിൽ പോലും ശപിച്ചിട്ടില്ല. ഹോസ്പിറ്റൽ മുമ്പിലെത്തിയപ്പോൾ നിരഞ്ജൻ തന്നെ ജാനകിയമ്മയെ പിടിച്ച് മുന്നോട്ട് നടക്കാൻ സഹായിച്ചു. തന്റെ മനസ്സിങ്ങനെ പിടയുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നു എന്ന് നിരഞ്ജന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു വാക്കുകൊണ്ടുപോലും നിരഞ്ജനെ അവരെ ആശ്വസിപ്പിച്ചില്ല. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവന് ധാരണയുണ്ടായിരുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. ICUവിന് മുമ്പിൽ 1-2 പോലീസുകാർ നിൽക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകളടങ്ങിയ 4-5 പേർ വേറെയും. ധനിയുടെ തൊട്ട അയൽപക്കമുള്ളവരോ മറ്റോ ആയിരിക്കും അവരെ നിരഞ്ജന് തോന്നി. പുറത്തു നിന്നിരുന്ന ഒരു കോൺസ്റ്റബിളിനോട് നിരഞ്ജൻ വിവരം തിരക്കി. നിരഞ്ജൻ SI ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയുകൊണ്ടായിരിക്കും ആറ് വളരെ സൗമ്യതയോടെയാണ് നിരഞ്ജനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച്. അപ്പോഴേക്കും മൊഴിയെടുക്കാൻ കയറി ഇൻസ്പെക്ടർ തിരിച്ചിറങ്ങിയിരുന്നു. നിങ്ങളാരാ ഇവരുടെ? നിരഞ്ജനെയും നിർത്താതെ വിതുമ്പിക്കൊണ്ടിരിക്കുന്ന ജാനകിയമ്മയെ മാറി മാറി നോക്കിയാണ് ഇൻസ്പെക്ടർ അത് ചോദിച്ചത്. എന്റെ പെങ്ങളാണ്. ഒട്ടും മടി കൂടാതെ നിരഞ്ജന പറയുമ്പോൾ ജാനകിയമ്മ ഞെട്ടിത്തിരിഞ്ഞ് നിരഞ്ജനെ നോക്കി. നിരഞ്ജനും ഇടങ്കണ്ണിൽ കണ്ടു അവർ പകച്ച് തന്നെ നോക്കുന്നത്. പക്ഷെ അവനതൊട്ടും കാര്യമാക്കിയില്ല. ഗാർഹിക പീഡനാണ് കേസ്. ആ പെൺകുട്ടി ഭർത്താവിന് നേരെ മൊഴി കൊടുത്തിട്ടുണ്ട്. ഭർത്താവിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതാണ്. തക്ക സമയത്ത് അയൽപക്കത്തുള്ള ഒരു സ്ത്രീ കണ്ടുകൊണ്ട് ജീവൻ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റി. നിരഞ്ജനോട് ആ ഇൻസ്പെക്ടർ കാര്യങ്ങൾ വിശദീകരിച്ചു. നിരഞ്ജൻ ഒരു കുലുക്കവുമില്ലാതെ ഒരൊറ്റ മറു ചോദ്യം പോലും ഇല്ലാതെ ഒക്കെ കേട്ടു നിന്നു. അവന്റെ ആ കുലുക്കമില്ലാതെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ആ ഇൻസ്പെക്ടർക്ക് ഒരു കല്ലേടിയായി. പെങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയെന്നറിഞ്ഞാൽ ഒരാങ്ങളെ പ്രതികരിക്കേണ്ട രീതിയിലല്ലല്ലോ അവന്റെ ആ നിൽപ്പ്. നിങ്ങളോട് മുന്നേ എപ്പോഴെങ്കിലും ആ പെൺകുട്ടി ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നോ? ഗാർഹിക പീഡനം നേരിടുന്നുണ്ടെന്നോ മറ്റോ? ആ ഇൻസ്പെക്ടർ അല്പം ഗൗരവത്തോടെ ചോദിച്ചു. 1-2 വട്ടം സൂചിപ്പിച്ചിരുന്നു സാറേ. നിരഞ്ജനൊന്നും മിണ്ടില്ലെന്ന് കാണേ ജാനകിയമ്മ ആ ഇൻസ്പെക്ടർക്ക് മറുപടി നൽകി. ആ ബെസ്റ്റ്. എന്നിട്ട് അതിന് അവന്റെ അടുത്ത് അറക്കാൻ നിർത്തിയിരിക്കായിരുന്നോ? ഇൻസ്പെക്ടർ ആമർഷത്തോടെ ചോദിച്ചു. ജാനകിയമ്മയുടെ മുഖം കുറ്റബോധം കൊണ്ട് കുനിഞ്ഞുപോയി.
അവര് പ്രായമായ സ്ത്രീയാണെന്ന് വെക്കാം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയല്ല അറിയുന്നല്ലേ സാറേ. നമ്മൾ ദിവസം ഇങ്ങനെയുള്ള എത്ര കേസ് കാണുന്ന. എന്നിട്ട് പെങ്ങൾ വന്ന് ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സാർ അത് കാര്യക്കില്ലെന്നൊക്കെ പറയുമ്പോ കഷ്ടം തന്നെയാ സാറേ. ആ ഇൻസ്പെക്ടർ നിരഞ്ജനെ ഒന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിരഞ്ജന ഒരു അക്ഷരം മിണ്ടിയില്ല. എന്നാൽ ആ മുഖത്തോട്ട് കുറ്റബോധവുമില്ല. എന്താ സാറേ ഒന്നും മിണ്ടാത്ത? ഞാനെന്ത് മിണ്ടാറാണ് സാർ, ഓരോ കഴുതുകൾ പൊട്ടുപുതിക്കോരൊന്നും ചെയ്യുന്നതിന്. നിരഞ്ജന ആഘവത്തോടെ പറഞ്ഞു. ആ ബെസ്റ്റ്. നിങ്ങളെപ്പോലുള്ള വീട്ടുകാരുള്ളിടത്തോളം ഇതേപോലെയുള്ള ഇരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തായാലും അളിയന്റെ കാര്യം സാറിന് വിട്ടേക്ക്. അവനെ കൈ കിട്ടിയാ എല്ലൂരി വെള്ളാക്കും ഞാൻ. ആ ഇൻസ്പെക്ടർ അരിശത്തോടെ പറഞ്ഞു. കാരണം അയാളുടെ വീട്ടിലുണ്ട് ഇതേ പ്രായത്തിൽ അയാൾക്കൊരു പെങ്ങൾ. ആളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണെന്നറിഞ്ഞാൽ സഹിക്കാത്ത ഒരു ആംഗ്ലയാണ് അയാൾ. എന്നിട്ട് അങ്ങനെയുള്ള അയാളുടെ മുന്നിലേക്കാണ് നിരഞ്ജൻ വന്ന് കയറുന്നത്. നിരഞ്ജനാണെങ്കിൽ പെങ്ങൾ ജീവിച്ചാലെന്താ മരിച്ചാലെന്താ എന്നൊരു ഭാവമുള്ളവനും. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ധന്യയെ കാണാനുള്ള അനുവാദം കൊടുത്തു. ജാനകി അമ്മ കയറാൻ തുടങ്ങിയതാണ്. പക്ഷെ അതിനു മുന്നേ നിരഞ്ജൻ അകത്തേക്ക് കയറിയിരുന്നു. ഒരാൾക്കെ കയറി കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് അവർ പുറത്തിരിക്കുകയും ചെയ്തു. ധന്യ മയക്കം വിട്ട് കണ്ണുകളൊന്ന് ചിമ്മി തുറന്നപ്പോൾ മുന്നിൽ കാണുന്നത് നിരഞ്ജനെയാണ്. നിരഞ്ജന്റെ നോട്ടം അത്രയും ആളുടെ മുറിഞ്ഞ കൈത്തണ്ടയിലേക്കാണ്. ഏട്ടാ, ധന്യ വിതുമ്പിക്കൊണ്ട് വിളിച്ചു. ചത്തില്ലേടി നീ? അത് ചോദിക്കാൻ ഒട്ടും അവനെ നാവറച്ചില്ല. പരിഹാസവും പുച്ഛവും എല്ലാം കൂടിക്കാണുന്നൊരു ഭാവമാണ് അവനപ്പോൾ. ധന്യെ കരയാൻ പോലും മറന്ന് അവനെ നോക്കിപ്പോയി. നിരഞ്ജന്റെ ഒട്ടും ദയയില്ലാത്ത ആ ചോദ്യത്തിൽ ആ പെൺകുട്ടി തളർന്നുപോയി. ധന്യ ഒരു മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ആളുടെ കണ്ണുകളിൽ നിന്ന് ഇടതടവില്ലാതെ കണ്ണുനീർ ചാലിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. നിന്റെ ജയേട്ടനെവിടെ? രാജ്യം വിട്ടുപോയോ? നിരഞ്ജൻ പുച്ഛത്തോടെ ചോദിച്ചു. ധന്യ മൗനം തുറന്നുകൊണ്ട് അവനെ ദയനീയമായി നോക്കി. കൈ തന്നെയല്ലേ നീ മുറിച്ചത്, അല്ലാതെ വായി കിടക്കുന്ന നാവുന്നല്ലോ. മറുപടി പറ. നിരഞ്ജനിൽ പരിഹാസത്തിന് തെറ്റിലും കുറവില്ല. ധന്യയുടെ കൈകൾ മനസ്സിന്റെ പിരിമുറുക്കം എടുത്തു കാണിക്കുന്ന പോലെ ആ ബെഡ്ഷീറ്റിൽ മുറുകുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല. നീ അവനെ ഉപേക്ഷിച്ചതോ അതോ അവൻ നിന്നെ ഉപേക്ഷിച്ചതോ? നിരഞ്ജന്റെ കണ്ണുകളൊന്ന് കുറിയ ചോദ്യത്തിൽ. എന്നെ ഒഴിവാക്കി പോയതാ പറയുമ്പോൾ തന്നെ ഉറക്കെ കരഞ്ഞുപോയി. അത് കാണാൻ ഡ്യൂട്ടിയിലുണ്ടായ നേഴ്സ് വേഗത്തിൽ നിരഞ്ജന്റെ അടുത്തേക്ക് വന്നു. പേഷ്യന്റിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്നറിയില്ലേ? കുറെ നേരമല്ലേ നിങ്ങൾ തുടങ്ങിയിട്ട്? അവരൽപ്പം ദേഷ്യത്തോടെ ചോദിച്ചു. ദേഷ്യം വരാതിരിക്കോ? മനസ്സിലർന്ന് കിടക്കുന്ന ഒരു പെൺകുട്ടിയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണോ നിരഞ്ജൻ ചോദിക്കുന്നത്? അവർ ഇത്ര നേരം അതൊക്കെ കേട്ട് അമർഷ അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു. നിരഞ്ജൻ പതിയെ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ഇവള് കരഞ്ഞ അത് കൂടിപ്പോകുന്നില്ല സിസ്റ്ററെ. ഒരുപാട് പാപം ചെയ്തു കൂട്ടിയോളാ. ഈ കണ്ണുനീര് കൊണ്ട് അത് കഴുകിക്കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവട്ടെ. അല്ലടി മോളെ. ധന്യ ഒരിക്കൽ കൂടി നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ ആരാ കൊച്ചേ ദുഷ്ടൻ? ആ സിസ്റ്റർ അരിശത്തോടെ ധന്യയോട് ചോദിച്ചു. എന്റെ ചേട്ടന്. ധന്യ കീഴ്ച്ചുണ്ട് കടിച്ച് കരച്ചിലടക്കിക്കൊണ്ട് പറഞ്ഞു. ആ നല്ലതാ. ആ പോയതിലും കൂടുതലൊന്നും എനിക്കിനി ജീവിതത്തിൽ വരാനല്ലോ വച്ചേ. മനുഷ്യനാണ് ആ പോയവനൊക്കെ? ആ നേഴ്സ് ചോദിച്ചു പോയി. ധന്യൊന്നും മിണ്ടാതെ കണ്ണുകളടച്ചങ്ങനെ കിടന്നു. നിരഞ്ജൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജാനകിയമ്മ വേഗത്തിൽ അവന്റെ അരികിലേക്ക് വന്നു. എങ്ങനെയുണ്ട് മോനെ ധന്യക്ക്? ജീവനോടെയുണ്ട്. അല്ലെങ്കിൽ അവൾ അങ്ങനെ എളുപ്പമൊന്നും തീരില്ല. ഇഹലോകത്ത് ചെയ്ത ശിക്ഷയൊക്കെ അനുഭവിക്കാതെ അവളെ എളുപ്പമൊന്നും ദൈവം കൊണ്ടുപോയില്ല. നിരഞ്ജന്റെ ആ പറച്ചിലിൽ ജാനകിയമ്മയുടെ മുഖം താഴ്ന്നുപോയി. ജാനകിയമ്മയും ധന്യയെ കയറി കണ്ടു. വിവരറിഞ്ഞ് കുറച്ച് ബന്ധുക്കളും കൂടെ വന്നതോടെ നിരഞ്ജന ആ ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ ശ്വാസം മുട്ടിപ്പോയി. കൂട്ടത്തിലെ ഒരു ബന്ധു വന്ന് നിരഞ്ജന ആവശ്യമാണെങ്കിൽ വീട്ടിൽ പോയി ഡ്രസ്സോ മറ്റോ എടുത്തിട്ട് നാളെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അതുവരെ അവർ ഹോസ്പിറ്റലിൽ നിന്നോളാമെന്ന്. നിരഞ്ജന അത് കേൾക്കെ മറുപടിയൊന്നും പറയാതെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. അവന്റെ ഒന്നും പറയാതെയും നോക്കാതെയുള്ള ആ പോക്ക് കാണെ ജാനകിയമ്മ ഒരു നെടുവീർപ്പോടെ ഇരുന്നു പോയി. നിരഞ്ജൻ തന്റെ ജീപ്പിലേക്ക് കയറിയുന്നുകൊണ്ട് ശ്വാസം ആഞ്ഞുവലിച്ചുകൊണ്ടിരുന്നു. ശ്വാസം കിട്ടാത്തൊരു തരം അവസ്ഥ നിരഞ്ജനം വന്ന് പൊതിഞ്ഞു. അവന്റെ ദേഹം വിയർക്കുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നു. തൊണ്ട വരളുന്നു. അവന്റെ ഉള്ളിൽ നിന്നും ഒരു 7 വയസ്സുകാരൻ ആർത്ത് കരയുന്നു. ഒറ്റപ്പെട്ടുപോയ ഒരു 7 വയസ്സുകാരൻ. സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു 7 വയസ്സുകാരൻ. പിതാവിനെ നഷ്ടപ്പെട്ട ഒരു 7 വയസ്സുകാരൻ. ആ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവന് അന്നത്തെ ആ രാത്രിയാണ് ഓർമ്മ വരിക. അച്ഛനെ നഷ്ടപ്പെട്ട അന്നത്തെ രാത്രി. വിധിയൊരു ആക്സിഡന്റിന്റെ രൂപത്തിൽ അച്ഛനെ തട്ടിയെടുത്ത് അന്ന് അടിവര വീണതാണ് നിരഞ്ജന്റെ സന്തോഷങ്ങൾക്ക്, അവന്റെ ആഗ്രഹങ്ങൾക്ക്. അതിനുശേഷം നിരഞ്ജന ആരും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടില്ല. വാത്സല്യത്തോടും നോക്കിയിട്ട് പോലുമില്ല. ആദ്യമെല്ലാം സ്നേഹവും കാരുണ്യവും വാത്സല്യം കൊതിച്ച് അവൻ ഒരുപാട് അലഞ്ഞു. പിന്നെ അതൊന്നും തനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ആശ്വസിച്ചു. അവന് ചുറ്റും അവൻ ഗൗരവത്തിന്റെ ഒരു തൊണ്ട് രൂപപ്പെടുത്തി. എന്നാലും മനസ്സ് നിറഞ്ഞ് അവന്റെ ഉള്ളിലെ സ്നേഹം എല്ലാവർക്കും പകുത്തു കൊടുത്തിരുന്നു. പക്ഷെ അവന്റെ 21-ാം വയസ്സിൽ ആ സ്നേഹപ്രവാഹം അവനിൽ നിലച്ചു. മങ്ങിയ ചുവപ്പ് വിളിച്ച് നിറഞ്ഞു നിൽക്കുന്ന ആ ബാറിന്റെ കോണിൽ നിരഞ്ജൻ നിശബ്ദനായിരുന്നു.
മുന്നിലിരിക്കുന്ന നിറം കുറഞ്ഞ വിസ്കിയുടെ ഗ്ലാസ്സിലെ ഐസ് കഷ്ണങ്ങൾ ഉരുകി തുടങ്ങിയിരുന്നു. ആ ഐസ് ക്യൂബുകൾ വിസ്കിയുടെ ആഴമേറിയ മഞ്ഞ നിറത്തെ നേർപ്പിച്ചിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ ഭാരം മുഴുവൻ ചുമലിൽ നിന്ന് ഇറക്കി വെക്കാൻ നിരഞ്ജൻ ശ്രമിക്കുകയാണ്. അവൻ ഗ്ലാസ് കയ്യിലെടുത്തു. വിരലുകൾ ആ ഗ്ലാസ്സിൽ അമർന്നു. ഒറ്റക്കവിൾ മധ്യമകത്തേക്ക് ചെന്ന ശേഷം നെഞ്ചിനുണ്ടായ നേരിയ നീറ്റലിൽ അവൻ കണ്ണുകൾ ചെറുതായി ഒന്ന് അടച്ചു. അടുത്ത നിമിഷം സിഗരറ്റ് പാക്കിൽ നിന്നൊരെണ്ണെടുത്ത് അവൻ ചുണ്ടിൽ വെച്ചു. ലൈറ്ററിന്റെ തീനാളം ആ ഇരുട്ടിലൊരു നിമിഷം ആളിപ്പടർന്നു. സിഗരറ്റിന്റെ അറ്റത്ത് തീപ്പൊട്ടി രൂപപ്പെട്ടു. പുകയിലയുടെ നേരിയ ഗന്ധം മദ്യത്തിന്റെ ഗന്ധവുമായി കലർന്ന് ആ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. നിരഞ്ജൻ സാവധാനം ആദ്യത്തെ പുകയുള്ളിലേക്ക് വലിച്ചെടുത്തു. ആ പുക അവന്റെ ശ്വാസകോശങ്ങളിലൂടെ ഒരു കറുത്ത ആശ്വാസം പോലെ താഴേക്കിറങ്ങി. തിരികെ പുറത്തേക്ക് വന്ന പുക ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു വെളുത്ത ഗോപുരം കണക്കി ഉയർന്നു പൊങ്ങിക്കൊണ്ട് പതിയെ മുറിയിലെ ഇരുട്ടിൽ ലയിച്ചു. അവന്റെ കണ്ണുകൾ നേർപ്പിച്ച മധ്യ ഗ്ലാസിലേക്ക് തന്നെ തറഞ്ഞു നിന്നു. എത്ര കുടിച്ചെന്ന് നിരഞ്ജന് തന്നെ ബോധമില്ലാതെയായി. അവൻ ആ ബാറിൽ ചെലവഴിക്കുന്ന അന്നേരം അത്രയും പാർവണ അവനെ കാത്ത ആ വീട്ടിലിരിക്കുകയായിരുന്നു. മുറുകിക്കൊണ്ടിരിക്കുന്ന മനസ്സും മദ്യം പിടിമുറുക്കിയ ശരീരവുമായി നിരഞ്ജൻ ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. പലവട്ടം പാളിയ വണ്ടി കൈപ്പിടിയിലാക്കാൻ അവൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. വീടെത്തിയതും അവൻ ആ സ്റ്റിയറിംഗിൽ തന്നെ തലവെച്ച് കുറച്ചുനേരം കിടന്നു. അവന്റെ ശ്വാസത്തിന്റെ വേഗത കൂടുന്നുണ്ടായിരുന്നു. നിരഞ്ജൻ മടുപ്പോടെ ആ ജീപ്പിൽ നിന്നിറങ്ങി. അന്നേരമാണ് വീടിന്റെ ഉള്ളിൽ ലൈറ്റുള്ളത് അവൻ ശ്രദ്ധിച്ച പോലും. അവൻ വാച്ചിലേക്ക് നോക്കി. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പാറൂൺ അതുവരെ അവിടെ ഇരിക്കില്ലെന്ന് അവന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അവൻ ആ ചെടിച്ചട്ടികളിൽ താക്കൂര് തിരഞ്ഞു. കാണാതെ വന്നപ്പോൾ ആ ചവിട്ടിക്ക് കീഴെയും. ഇവളിത് എവിടെ കൊണ്ടുവച്ചു എന്നോർത്തുകൊണ്ട് രണ്ടിളിയിലും കൈകുത്തി നിൽക്കുകയാണ് പാറു ഡോറോർന്ന് ഇറങ്ങി വരുന്നത്. നിരഞ്ജന്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവനൊന്നുകൂടെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് സമയം ഉറപ്പിച്ചു. നീ ഇതുവരെ പോയില്ലേ? നിരഞ്ജൻ ചോദിക്കുന്നതിനൊപ്പം തന്നെ അകത്തേക്ക് കയറി. അവൻ തനിക്കരിയിലൂടെ അങ്ങ് പോയപ്പോൾ തന്നെ പാറുവിന്റെ മുഖം ചുളിഞ്ഞു. മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവിടെ ആകമാനം വ്യാപിച്ചു. ആദ്യം കണ്ട കസേരയിൽ തന്നെ നിരഞ്ജൻ ഇരുത്തമുറപ്പിച്ചു. ഇല്ലെങ്കിൽ 4 കാലിൽ വീഴുമെന്ന് നിരഞ്ജന് നന്നായിട്ട് അറിയാം. അത്രമാത്രം ഇന്ന് കുടിച്ചിട്ടുണ്ട്. ശീലമില്ലാത്തതുകൊണ്ടാവും ഉള്ളിലാകെപ്പാടൊരു പുകച്ചിലാണ് നിരഞ്ജന്. ഭൗതി എന്താ പോവാഞ്ഞ്? നിരഞ്ജൻ മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു. സാർ വന്നിട്ട് പോവാന്ന് കരുതി. ആ സാറ് വന്നു, ഇനി വേണം പോയിക്കോ. നിരഞ്ജന നാവ് കുഴഞ്ഞുടങ്ങിയിരുന്നു. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഏത് കുട്ടി? സാറിന്റെ അനിയത്തി. ആ അവളത്ര ചെറിയ കുട്ടിയൊന്നുമല്ല. നിരഞ്ജന്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. എന്താ അവൾക്ക് പറ്റിയത്? പാറു പിന്നെയും ചോദിച്ചു. ചെറുതായിട്ടൊന്ന് ഞരമ്പ് കെട്ടി നോക്കിയതാ, ചത്തില്ല. എങ്ങനെ ചാവാനാ? കാലിന് പോലും വേണ്ടാത്ത കേസാ. അവളൊക്കെ നരകത്തിലിട്ടാലേ നരകത്തിന് വാനക്കേടാവുന്ന പുള്ളി പറയുന്നേ. നിരഞ്ജൻ തമാശ പറയും മട്ടിൽ പറഞ്ഞു. നീ കണ്ണിച്ചോരില്ലേ? പാറു പല്ലിരിച്ചോണ്ട് ചോദിച്ചു. യോ ഇല്ല, മാഡത്തിന്റെ അടുത്തുണ്ടെങ്കിൽ അല്പം തരാവോ? നിരഞ്ജൻ പുച്ഛത്തോടെ ചോദിച്ചു. മനുഷ്യത്തെ അങ്ങനെ കടം കൊടുക്കാനോ വാങ്ങാനോ കഴിയില്ല സർ, അതാദ്യം മനസ്സിലാക്കാൻ നോക്ക്. പാറുവിനും ദേഷ്യം വന്നു. നിരഞ്ജനൊന്നും മിണ്ടിയില്ല. വെറുതെ അവളെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.